പത്തരമാറ്റ് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അനാമിക എന്തിനാണ് ഇതിലേക്ക് പാവം അമ്മയെ വലിച്ചഴിച്ചത്? അവൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എന്തെങ്കിലും ഒരു കാര്യം അമ്മ ചെയ്തിരുന്നോ? എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്തിന് ജലജ പറഞ്ഞിട്ട്, അത് ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡാണ്. കുടുംബത്തിൽ നമ്മളെല്ലാവരും ഏറ്റവും റെസ്പെക്റ്റ് കൊടുക്കുന്ന ആളുകളെ കൂടി ഇങ്ങനെ കേസിലേക്ക് വലിച്ചഴക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് വിജയിക്കാൻ എളുപ്പമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് പറയുന്ന സമയത്തിൻ്റെ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ അവൾ ചെയ്ത് കൂട്ടിയിട്ട് പോലും നിങ്ങൾ എന്തിനാ ഇപ്പോഴും അവൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ജാനകി പറയുന്നുണ്ട്, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നുമല്ല. അവൾ വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വന്ന അന്നേ മുതൽ തന്നെ നയന അവളെ ഇവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ സ്വന്തം ചേച്ചി ഇവിടെ ഉണ്ട്. ആ ചേച്ചി എന്തൊക്കെ തെറ്റിവിടെ ചെയ്തിട്ടുണ്ട്? എന്നിട്ട് ആരെങ്കിലും അവളെ പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവളുടെ ഉദ്ദേശം പോലും വേറെയാണെന്നൊക്കെ പറഞ്ഞ് നവ്യയെ കുറേ അധികം കുറ്റപ്പെടുത്തിയിട്ടൊക്കെ സംസാരിക്കും. ജലജ പറഞ്ഞിട്ട്, അത് മാത്രമല്ല, ഏട്ടത്തിയുടെ മകൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നറിയാലോ? അത്രയും വലിയൊരു തെറ്റൊന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല. ചന്തുമോളിപ്പോൾ 2-3 ദിവസമായിട്ട് അവളുടെ അമ്മയുടെ കൂടെ പോയി നിൽക്കുന്നതേ ഉള്ളൂ. അവൾ എന്തായാലും ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. എന്തു തന്നെ പറഞ്ഞാലും അത് ആദർശിൻ്റെ കുഞ്ഞാണ്. അത്രമാത്രം വലിയൊരു തെറ്റ് ചെയ്ത് അവനെ ഇവിടെ നിന്നും ആരെങ്കിലും ഇറക്കി വിട്ടോ? ഇല്ലല്ലോ. അതിൻ്റെ പേരിൽ അവൻ വലിയൊരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ആരെങ്കിലും അവന് വലിയൊരു ശിക്ഷ കൊടുത്തോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഈ ഇരട്ടതാപ്പ് തന്നെയാണ് ഞങ്ങളെ അനാമിക മോളുടെ കൂടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെ പറയും. ദേവയാനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വന്നുകൊണ്ട് തന്നെ ദേവയാനി ജലജയോട് പറഞ്ഞിട്ട്, നീ ഇനി കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നിന്റെ മകനെ പോലെ കൂടുതൽ നികൃഷ്ട ജീവി ഈ ലോകത്തിൽ വേറെയില്ല, ഈ വീട്ടിൽ വേറെയില്ല. ആദർശ നയനയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അവരന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നെ നീ ഒരിക്കലും ഈ വീട്ടിൽ തന്നെ കാണില്ലായിരുന്നു. ജാനകി, അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളൂ. അവർ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയാം. അതേതായാലും കൂടുതലായിട്ട് നിങ്ങളെന്ന് ബോധ്യപ്പെടുത്തണമെന്നൊന്നും എനിക്കില്ല. ആ കാര്യങ്ങളൊക്കെ പറയേണ്ട സമയത്ത് തന്നെ ഞാൻ പറഞ്ഞോളാം. അതിപ്പോൾ ഞാൻ പറയാതിരിക്കുന്നു എന്ന് വിചാരിച്ച നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ തലയിൽ കയറാനൊന്നും വരണ്ട. ഞാൻ അതെങ്ങാനും തുറന്നു പറഞ്ഞാൽ പിന്നെ നിന്റെ നാവൊന്നും എൻ്റെ നേരെ പൊങ്ങില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ചാടിക്കളിച്ച് അവിടെ നിന്നങ്ങ് പോവായിരിക്കട്ടോ ദേവയാനി. ദേവയാനി പോയതിനു ശേഷം ജലജ പറഞ്ഞിട്ട്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അർത്ഥമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു പോവും. ഇതൊന്നും കണ്ടിട്ട് ജാനകി ഒരിക്കലും അനാമിക മോളെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ജലജ വീണ്ടും ജാനകിയെ ഉപദേശിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനാമികയെ വേണു ചേർന്ന് കൊടുത്തിട്ട് വീണ്ടും ആ ഒരു വക്കീലിനെ കാണാൻ പോയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വക്കീൽ ഇങ്ങനെ അനാമികക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ അവിടെ ചെന്നിട്ട് കോടതിയിൽ മുൻപാക്കി വെച്ചിട്ട് നല്ലോണം കരഞ്ഞ് മെഴുകി അങ്ങ് പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെ എങ്ങനെയെങ്കിലും ആ ജഡ്ജിയുടെ പ്രീതി പിടിച്ചു പറ്റണം. നിന്റെ പറച്ചിലിലൂടെ തന്നെ ജഡ്ജിക്ക് മനസ്സിലാവണം അനന്തപുരിയിലെ പയ്യൻ വെറും ഒരു ഫ്രോഡാണെന്ന്. അവിടെയുള്ള ആൾക്കാരൊക്കെ ഉടായിപ്പാണ് എന്ന് തോന്നുന്ന രീതിയിൽ വേണം നീ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ. അവർക്കെതിരെ വളരെ മോശം രീതിയിലുള്ള സംസാരമായിരിക്കും. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നിട്ട് അതുപോലെ തന്നെ അവിടെ പ്രസൻറ്റ് ചെയ്യണമെന്നിങ്ങനെ വക്കീൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് അതൊക്കെ അതുപോലെ തന്നെ ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കാട്ടോ അനാമിക. വക്കീൽ പറഞ്ഞിട്ട്, എൻ്റെ ഓഫീസിൽ ഇവിടെ വന്നിട്ടാണ് ആ മൂർത്തി വലിയ ഷോ കാണിച്ചത്. അതുകൊണ്ട് ഞാൻ അതിനൊക്കെ പകരം ചോദിച്ചിരിക്കും. അതിനൊക്കെ ഞാൻ അയാളെ കോടതിയിലിട്ട് വെള്ളം കുടിപ്പിക്കുമെന്ന് പറയും. അന്നേരം വേണു പറഞ്ഞിട്ട്, അതെ, അന്നേരം അയാൾ എൻ്റെ കർണത്തൊന്ന് തന്നു. അതിൻ്റെ വേദന ഇതുവരെ എനിക്ക് മാറിയിട്ടില്ലെന്ന് പറയാനേ. അപ്പോൾ വക്കീൽ പറഞ്ഞിട്ട്, എടോ അതൊന്നും സാരമില്ലടോ, അയാൾ ഏതായാലും വലിയൊരു തുക തന്നെ കോമ്പൻസേഷൻ തരും. അതും വാങ്ങിച്ച് താൻ ആദ്യം തന്നെ തൻ്റെ കടങ്ങളെല്ലാം വീട്ടിട്ട് തൻ്റെ മകളെ നല്ല രീതിയിൽ തന്നെ സുരക്ഷിതമായിട്ട് കെട്ടിച്ച് വിടാൻ നോക്ക്. അന്നേരം തന്നെ ആ പണം കിട്ടുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും തൻ്റെ വേദനയൊക്കെ അങ്ങ് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് വക്കീൽ സമാധാനിപ്പിക്കുന്നുണ്ട് വേണുവിനെ. പിന്നീട് കാണിക്കുന്ന നന്ദുവിനായിരിക്കും. നന്ദു അനി അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ കഴിയുന്ന സമയത്തിന് അനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അനി വരുന്നത് കാണുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട്, എടാ നമ്മളിങ്ങനെ കൂടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നത് പിന്നെ വലിയ പ്രശ്നമാവും കേട്ടോ എന്ന് പറയും. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് പ്രശ്നമാവാനാ? നിന്നെ കെട്ടാൻ പോകുന്നവൻ ഈ കാര്യം അറിയും. കല്യാണം അങ്ങ് മുടങ്ങിപ്പോവും, അത്രയല്ലേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ ആ കല്യാണം മുടങ്ങുകയാണെങ്കിൽ അങ്ങ് മുടങ്ങട്ടെ. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് അത്രമാത്രം ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അനി പറഞ്ഞിട്ട്, ധൈര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിന് സമ്മതിക്കാത്തത് നിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ്. ബാക്കി എല്ലാവരും അനുകൂലിച്ചാലും അവർ മാത്രം ഇതിന് അനുകൂലിക്കുന്നില്ല. അത് മാത്രമാണ് എൻ്റെ വിഷമം എന്ന് പറയും. നന്ദു പറഞ്ഞിട്ട്, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇത്ര കാലത്തെ അനുഭവം കൊണ്ടാണ് അവരെങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത് എന്ന് പറയുന്ന സമയത്തിന് അനി പറയുന്നത് ശരിയാണ്. എൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നും ഇത് തന്നെയാണ് പ്രതികരണം. ഇനി ഒരു പക്ഷേ ബാക്കിയുള്ളവരെല്ലാം അനുകൂലിക്കുന്ന സമയത്തിന് നിൻ്റെ അച്ഛനും അമ്മയും ഇതിന് സമ്മതം പറയുമായിരിക്കുമല്ലേ എന്നൊക്കെ പറയും. ആദർശേട്ടനും നയനയും ഇപ്പോൾ പഴയതുപോലെ കടുംപിടുത്തം പിടിക്കുന്നൊന്നുമില്ല. പയ്യെ പയ്യെ അവരുടെ മനസ്സും തണുത്തിട്ട് അവരും ഈ ഒരു കല്യാണത്തിന് അനുകൂലിക്കും. അങ്ങനെ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം ശരിയാവുമെന്നൊക്കെ പറഞ്ഞ് അവർ സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് ബൈക്ക് എടുത്ത് അവിടെ നിന്നും പോവാണ്.
ബൈക്കിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് തന്നെ നന്ദു പറഞ്ഞിട്ട് ഞാനിപ്പോൾ നിന്റെ പുറകിൽ കയറി ബൈക്കിൽ കയറി പോന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയവും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ പുറകിൽ കയറി വന്ന കാര്യം അറിഞ്ഞിട്ട് ആ സി എന്നെ വിളിച്ചിരുന്നു എന്ന് പറയും. ആഹാ വിളിച്ചിരുന്നോ? അല്ല ആ കാര്യം എങ്ങനെയാണ് അയാൾ അറിഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദു പറയുന്നുണ്ട് അറിയില്ല, അയാൾ പക്ഷേ നമ്മൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരോ നമ്മുടെ പുറകെ വിട്ടിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ ഇതും കൂടി ചേർത്ത് പറഞ്ഞു കൊടുക്കട്ടെ, നീ ഏതായാലും ബൈക്കിൽ കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദുവിനോട് കയറാൻ പറയും. അങ്ങനെ നന്ദു മനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് വേണുവും അനാമികയും കൂടി അവിടെ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുന്നത്. അവർ രണ്ടുപേരും നേരെ വേണുവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നടക്കുന്നു എന്നായിരുന്നല്ലോ നിൻ്റെയൊക്കെ പരാതി. എന്നാൽ പിന്നെ നീ നല്ലോണം അങ്ങ് കണ്ണ് തുറന്നു കണ്ടോ, ഇതൊക്കെ നിൻ്റെ വീട്ടിൽ വന്ന് നേരിട്ട് കാണിച്ചു തരണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ വഴിയിൽ വെച്ച് കണ്ട സ്ഥിതിക്ക് ഏതായാലും വീട്ടിലേക്ക് വരണ്ടല്ലോ എന്നൊക്കെ പറയും. അനാമിക ചോദിക്കുന്നത് ഇനി നീ എന്തൊക്കെ തന്നെ ചെയ്താലും അതൊരിക്കലും എന്നെ ബാധിക്കുന്ന കാര്യമില്ല, പിന്നെ നീ എന്തിനാ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നത് ഇതും കൂടെ നീ കണ്ടിരിക്കണം, കാരണം ഇതും കൂടെ കൂട്ടിയിട്ട് നീ കേസ് കൊടുത്താൽ മതി എന്ന് പറയും. അനി പറഞ്ഞിട്ട് നീ എൻ്റെ മുത്തശ്ശിയും കൂടെ കൂട്ടിയിട്ടുള്ള കേസ് കൊടുത്തിരിക്കുന്നത് അതൊന്നും ഒരിക്കലും ശരിയാവുമെന്ന് നീ കരുതണ്ടെന്ന് പറയും. നന്ദുവിൻ്റെ ദേഷ്യം വന്നു കൊടുത്തിട്ട് വേണുവിനോട് പറഞ്ഞിട്ട് വേണ്ടു നിന്റെ നട്ടലിൻ്റെ എണ്ണ ഞാൻ എടുത്തതാണ്, അത് ഇനിയും നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്ന് പറയും. അന്നേരം ഇനി നീ എന്തൊക്കെ തന്നെ ചെയ്താലും ചെയ്യിപ്പിച്ചാലും ഒരിക്കലും ഞങ്ങൾ ഈ കേസിൽ നിന്നും ഒരിക്കലും പുറകോട്ട് പോവില്ല എന്നങ്ങനെ കടുപ്പിച്ച് പറയണം അനാമിക. അന്നേരം ഭീഷണി സ്വരത്തിൽ തന്നെ നന്ദു പറഞ്ഞിട്ട് വേണുവിൻ്റെ പേരിൽ ഇഷ്ടംപോലെ കേസ് കിടക്കുന്നുണ്ട്, അതെങ്ങാനും ഒരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും കോടതി കയറി ഇറങ്ങി നടക്കാൻ മാത്രമേ നിങ്ങൾക്ക് സമയം കാണൂ എന്നൊക്കെ പറയും. അനാമിക പറഞ്ഞിട്ട് ആയിക്കോട്ടെ, ഞങ്ങൾ എത്ര വേണമെങ്കിലും കയറി ഇറങ്ങി നടന്നോളാം, ഇനി എന്തൊക്കെ തന്നെ വന്നാലും ഈ കേസ് ഞങ്ങൾ ഒരിക്കലും പിൻവലിക്കില്ല എന്ന് പറയും. എങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ, ഇതിനെതിരെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അനാമികയെ വേണുവിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരിക്കട്ടോ അവർ ബൈക്കിൽ കയറിച്ച് അവിടെ നിന്നങ്ങ് പോകുന്നത്. അങ്ങനെ നന്ദു മനിയും അവിടെ നിന്നങ്ങ് പോയതോടുകൂടെ തന്നെ അനാമിക വേണുവിനോട് പറഞ്ഞിട്ട് ഈ കാര്യം ഇപ്പം തന്നെ നമുക്ക് ആ CIയെ അറിയിക്കണം, അങ്ങനെ അയാളുടെ രക്തം തിളപ്പിക്കണം, അന്നേരം അയാൾ നമ്മൾ കേസിൽ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തെളിവുകളൊക്കെ അയാൾ തന്നെയായിട്ട് ഉണ്ടാക്കി തരും, അങ്ങനെയെങ്കിലും ഇവൻ കുറച്ച് നാളും ജയിലിൽ കിടക്കുന്നത് എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരിക്കട്ടോ അനാമിക. അപ്പോൾ വേണു പറയുന്നുണ്ട് അത് എൻ്റെയും ഒരു ആഗ്രഹം തന്നെയാണ്, അനന്തപുരിയിലെ പയ്യന് ഒരു ജയിൽ പുള്ളിയാണെന്നുള്ള കാര്യം എല്ലാവരും പറയണം, ആ ഒരവസ്ഥയിൽ എങ്ങനെയെങ്കിലും നമുക്ക് അവളെ കൊണ്ട് എത്തിക്കണമെന്ന് പറയാണ് വേണു. ഈ കാര്യം ഉടനെ തന്നെ സച്ചിയെ പോയി അറിയിക്കുന്ന സമയത്തിന് സച്ചിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരുന്നിട്ട് സച്ചി പറഞ്ഞിട്ട് ഇനി അവൻ എന്തൊക്കെ തന്നെ ചെയ്താലും ഈ വിവാഹ നിശ്ചയം ഒരിക്കലും മുടങ്ങാൻ പോകുന്നില്ല, കൃത്യസമയത്ത് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ആ ഒരു വിവാഹ നിശ്ചയം നടക്കുക തന്നെ ചെയ്യുമെന്ന് പറയും. വേണു ചോദിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഇങ്ങനെ ഒരുത്തിയെ തന്നെ സാറിന് വിവാഹം കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചിൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് അതിന് എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അത്ര വലിയ ശരിയല്ല എന്ന് പറയും. അന്നേരം വേണു പറഞ്ഞിട്ട് എനിക്കും തോന്നിയിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ലെങ്കിൽ പിന്നെ സാർ ഒരിക്കലും ഇവളെ തന്നെ ഇങ്ങനെ കൈവിടാതെ ഇവളുടെ പുറകെ നടക്കില്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിരുന്നു എന്ന് പറയും. സച്ചി പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരു പക്ഷേ മനസ്സ് കൈമാറി കാണും, പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ രണ്ടുപേരും തമ്മിലൊരു ബന്ധമൊന്നും ഉണ്ടായി കാണില്ല, അങ്ങനെ അത്രമാത്രം കൈമാറിപ്പോകുന്ന ഒരു തരം താഴ്ന്ന പെൺകുട്ടിയൊന്നുമല്ല നന്ദു, അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായെന്ന് വിചാരിച്ച് അതൊരിക്കലും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയാണ് സച്ചി. ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ പെൺകുട്ടി എൻ്റെ ഭാര്യയായിരിക്കും, അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ഒരു വെല്ലുവിളി പോലെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ സച്ചിൻ പോകുന്നത്. എന്നാലും ഇതെന്തൊരു പൊട്ടനാണ്, ഇയാളൊക്കെ എങ്ങനെയാണ് SI ആയി തീർന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചിനെ കുറിച്ച് ചിന്തിച്ചിങ്ങനെ നിൽക്കുന്ന വേണുവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.